ഹായ്, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവുമല്ലോ. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഉദ്ദേശം നിറവേറാനായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയും അതുപോലെ നമ്മുടെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് എളുപ്പ വഴിയാവുമല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അമൽ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു അമൽ ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 3, 5, 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു നിറവേറ്റിത്തരും. ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തിത്തരും. അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കേട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വാസം വേണം. അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അള്ളാഹു ഞാൻ ചോദിച്ചാൽ തരും, അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കുമെന്നൊരു ആത്മാർത്ഥമായ വിശ്വാസം നമുക്ക് വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ദുആക്ക് ഉത്തരം തരുകയുള്ളൂ. അല്ലാതെ ചെയ്തു നോക്കട്ടെ, അള്ളാഹു ഉത്തരം തരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചൊല്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ദുആക്കും ആ ഒരു ദിക്റിനും ഫലം കിട്ടുകയില്ല. ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനും അതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ കഴിയുമ്പോൾ ഈ ഒരു അമൽ ചെയ്ത് അവർ കരകയറിയ ഒരു ചരിത്രമുണ്ട്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കടങ്ങൾ വീടാനൊരു വഴിയായിട്ടുണ്ട്. ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യണത് സുബഹി നിസ്കാര ശേഷമാണെങ്കിൽ ആ ഒരു സുബഹിക്ക് മുമ്പ് തഹജ്ജുദിൻ്റെ സമയത്താണ് നിങ്ങൾ ചൊല്ലാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് അത്രക്കും ഫലം ഇരട്ടിയായിരിക്കും. ദിവസത്തിൽ ഏത് സമയത്ത് ചൊല്ലിയാലും കുഴപ്പമില്ല. ആദ്യം നബിയുടെ ഹളറത്തിലേക്ക് ഒരു 100 സ്വലാത്ത് ചൊല്ലുക, അല്ലെങ്കിൽ 33, നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലുക. എന്നിട്ട് നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ഹദിയ ചെയ്യുക. ശേഷം നിങ്ങൾ അല്ലാഹു സ്വമദ് എന്നുള്ള ഈ ഒരു ദിക്ർ, യാ അല്ലാഹു യാ സ്വമദ് എന്നൊരു ദിക്ർ, യാ സ്വമദു യാ അല്ലാ എന്നിങ്ങനെയും ചൊല്ലാം. യാ സ്വമദു യാ അല്ലാ എന്ന് നിങ്ങൾ 1000 തവണ നിസ്കാരപ്പായയിൽ ഒരേ ഇരുപ്പിലിരുന്ന് ചൊല്ലുക. ഖിബ്ലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ ആവശ്യം നിറവേറാൻ വേണ്ടി ദുആ ചെയ്യുക. അക്ഷരം തെറ്റാതെ ചൊല്ലാൻ ശ്രമിക്കുക. സ്വമദു എന്ന് പറയുന്നിടത്ത് സ എന്ന് പറയാതെ സ്വ എന്ന് പറയുക. അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ മാറിപ്പോകും. ശ്രദ്ധിച്ച് ശരിയായ രീതിയിൽ ആത്മാർത്ഥമായി ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ 7 ദിവസം തുടർച്ചയായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഹലാലായ ആഗ്രഹം ഉറപ്പായും സാധിപ്പിച്ച് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.